നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ ജന്തുജാലങ്ങളിൽ കഴുത എന്ന ജീവിയെയാണ് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ശബ്ബത്തിനെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന പരീശന്മാർ കർത്താവ് ശബ്ബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നതിനെ ശക്തമായി ആക്ഷേപിച്ചു. അവർക്ക് നേരെ കർത്താവ് ഉന്നയിക്കുന്ന ഒരു രൂക്ഷ വിമർശനമാണ് ഇത്. ബുദ്ധിയില്ലാത്ത മൃഗമെന്ന് അപഹസിക്കപ്പെടുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് വളരെ ഉപകാരിയായി കഴിഞ്ഞിരുന്ന മൃഗമാണ് കഴുത. വിശുദ്ധ ബൈബിളിൽ കഴുതയെപ്പറ്റി ധാരാളമായി കാണുന്ന പരാമർശങ്ങൾ ഇതിന് തെളിവാണ്. പല ഭാഗങ്ങളിലായി പല എബ്രായ പദങ്ങളാണ് കഴുതയുടെ നാമമായി വേദപുസ്തകത്തിൻ്റെ മൂലകൃതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആൺകഴുതകളെ സൂചിപ്പിക്കുന്നതിന് ഹാമോർ എന്ന പദവും ആണ് സൂചിപ്പിക്കുന്നത്. അത് 95 തവണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകഴുതയ്ക്ക് ആധോൻ എന്നാണ് പേര്. അത് 26 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴുതക്കുട്ടിയുടെ ഐർ എന്ന പേര് 12 തവണയാണുള്ളത്. ആൺകഴുതയെയും പെൺകഴുതയെ സൂചിപ്പിക്കുന്ന ഓനോസ് എന്ന പദം 7 തവണ. നുകം വെച്ച കഴുത എന്ന അർത്ഥത്തിൽ ഹുപ്പോസിഗിയോൻ എന്ന് വിവക്ഷിക്കുന്നുണ്ട്. അത് 2 തവണയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴുത എന്ന സാധുമൃഗം 142 തവണ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഭാരങ്ങൾ ചുമക്കുന്നതിനും നിലമുഴുന്നതിനും ചക്കിൻ്റെ കല്ല് വലിക്കുന്നതിനും സവാരി ചെയ്യുന്നതിനുമെല്ലാം എബ്രായർ കഴുതയെ ആശ്രയിച്ചിരുന്നു. ഗോത്രപിതാക്കന്മാരുടെ സമ്പത്തിൻ്റെ പട്ടികയിൽ കഴുത ഒരു പ്രധാന മൃഗമാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലികഴിക്കുവാനായി പോകുന്ന സമയം അതിരാവിലെ അവർ കഴുതയുമായി പുറപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം ദിവസം മോറിയാമലയ്ക്ക് സമീപമെത്തിയപ്പോൾ അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ ഈ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവനിയോഗത്തിനെതിരായി യാത്ര പുറപ്പെട്ട ബിലയാമിനെ തടയുവാൻ വാളുമായി എത്തിയ ദൂതനെ കണ്ട് ബിലയാമിൻ്റെ കഴുത വഴിയിൽ കിടന്നു കളഞ്ഞു. കാരണം വ്യക്തമാകാത്ത ബിലയാം കഴുതയെ അടിക്കുകയും യഹോവ കഴുതയുടെ വായ തുറന്നത് നിമിത്തം അത് നീ എന്നെ അടിക്കുന്നതെന്ത് എന്ന് ബിലയാമിനോട് ചോദിക്കുകയും ചെയ്തു. തൻ്റെ ഉടമസ്ഥൻ്റെ കണ്ണു തുറപ്പിച്ച് അവൻ്റെ ജീവൻ രക്ഷിച്ച കഴുതയുടെ കഥയാണ് സംഖ്യാപുസ്തകത്തിൽ വിവരിക്കുന്നത്. കഴുത മനുഷ്യൻ്റെ ഉറ്റ സഹചാരിയാണ്. കഴുതയെ സംബന്ധിക്കുന്ന ഒട്ടേറെ നിയമങ്ങളും ഉണ്ടായിരുന്നതായി പഴയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 10 കൽപ്പനകളിലെ അവസാന കൽപ്പനയിൽ കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത് എന്നതിൽ കഴുതയും എന്ന് എടുത്തു പറയുന്നുണ്ട്. ഒരു കഴുതയെ കണ്ടുകിട്ടിയാൽ അതിൻ്റെ ഉടമസ്ഥന് അത് തിരികെ കൊടുക്കണം. സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ വിട്ട് ഓടിക്കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം. കാളയും കഴുതയും ഒന്നിച്ച് പൂട്ടി ഉഴരരുത് എന്നിങ്ങനെ മനുഷ്യരോടെന്ന പോലെ ജന്തുക്കളോടും കരുണ തോന്നണമെന്ന് ആജ്ഞാപിക്കുന്ന സൂക്തങ്ങൾ പലതും വിശുദ്ധ ബൈബിളിൽ ഉണ്ട്. യുദ്ധത്തിന് അക്കാലത്തെ കഴുതപ്പടയും ഉപയോഗിച്ചിരുന്നു. പരാജയപ്പെട്ട സൈന്യം കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആരാം രാജാവ് ശമരിയെ വളഞ്ഞപ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി എന്നും ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ് വിലയായി എന്നും രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ അമ്മമാർ പുഴുങ്ങിത്തിന്നുന്ന സാഹചര്യം ഉണ്ടായ ആ ക്ഷാമകാലം എത്ര കഠിനമായിരുന്നുവെന്നും അന്ന് കഴുതയും ആഹാരമാക്കിയിരുന്നുവെന്നും ഊഹിക്കാൻ നമുക്ക് കഴിയും.
സാധാരണക്കാർ മാത്രമല്ല സ്ഥാനമാനങ്ങൾ ഉള്ളവരും കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന അപൂർവമായി ജനിക്കുന്ന വെള്ളക്കഴുതകൾക്ക് ഉന്നതരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനവും പ്രിയവും ഉണ്ടായിരുന്നു. വെള്ളക്കഴുതപ്പുറത്തിരുന്നവരെ പരവതാനികളിൽ ഇരിക്കുന്നവരെ എന്ന് സംബോധന ചെയ്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിലെയാദ്യനായ യായീർ എന്ന ന്യായാധിപന് 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളും ഉണ്ടായിരുന്നു. ശൗലിൻ്റെ മകനായ മെഫീബോശേത്ത് ദാവീദ് രാജാവിനോടുകൂടി പോകേണ്ടതിന് കഴുതപ്പുറത്ത് കോപ്പിട്ട് തയ്യാറാക്കണമെന്ന് ഭൃത്യനോട് ആവശ്യപ്പെടുന്നു. സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ന്യായശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് സഖറിയാ പ്രവാചകൻ്റെ പ്രസ്താവന കഴുതയെന്ന വാഹനമൃഗത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. ഈ പ്രവചനം അക്ഷരം പ്രതി നിറവേറ്റിയതായി പുതിയ നിയമം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. യെരൂശലേമിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം ആഘോഷപൂർവ്വവും രാജകീയവുമായിരുന്നു. അക്കാലത്തെ യഹൂദയിൽ കുതിരകളെ പൊതുവെ യുദ്ധത്തിന് മാത്രമായും കഴുതകളെ സവാരിക്കും ഉപയോഗപ്പെടുത്തുന്ന പതിവാണുണ്ടായിരുന്നത്. ഹോശന്ന ആർപ്പുവിളികൾ കർത്താവിനോടൊപ്പം ഏറ്റുവാങ്ങിയ മൃഗമെന്ന നിലയിൽ കഴുത പല സാഹിത്യകൃതികളിലും ധ്യാനചിന്തകളിലും വിഷയമായിട്ടുണ്ട്. വൈരൂപ്യമുള്ള മുഖം, അരോചകമായ പരിപരുത്ത ശബ്ദം, അനാകർഷകമായ നിറം, അഭംഗിയുള്ള നീളം കൂടിയ ചെവികൾ എന്നിവ കഴുതയുടെ പ്രത്യേകതകളാണ്. എന്നാൽ അത് പലപ്പോഴും ശാന്തമായി, മൂകമായി, ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോലും തലതാഴ്ത്തി ധ്യാനത്തിൽ എന്നവണ്ണം നിൽക്കാറുണ്ട്. അതിന് കാരണമന്വേഷിച്ചാൽ ആ മൃഗം പറയും, എനിക്കുണ്ടായ ഒരു അപൂർവ സൗഭാഗ്യത്തിൻ്റെ സ്മരണകൾ അയവിറക്കുകയാണ് ഞാൻ. ലോകരക്ഷകനായ ക്രിസ്തു എൻ്റെ പുറത്തു കയറി യാത്ര ചെയ്തുവല്ലോ. ഇതാണ് കവിയുടെ കാവ്യഭാവനയിൽ കഴുതയെപ്പറ്റി ചിത്രീകരിച്ചിട്ടുള്ളത്. പേർവഴി ചാർത്തുവാൻ ബേത്ലഹേമിലേക്ക് പോയ ജോസഫ് പൂർണ്ണ ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യ മറിയത്തെ കഴുതപ്പുറത്താണ് കൊണ്ടുപോയത്. അരുളപ്പാടനുസരിച്ച് ശിശുവായ യേശുവിനെയും മറിയത്തെയും കൊണ്ട് ജോസഫ് നസറേത്തിലേക്ക് പലായനം ചെയ്തതും കഴുതപ്പുറത്തായിരുന്നു. യേശുവിൻ്റെ പ്രസിദ്ധമായ ഉപമയാണ് നല്ല ശമരിയാക്കാരൻ്റെ കഥ. മുറിവേറ്റു വഴിയിൽ കിടന്ന യഹൂദനെ കണ്ട് ശമരിയാക്കാരൻ അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഇവിടെ ശമരിയാക്കാരൻ്റെ വാഹനം കഴുതയായിരുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ സഹചാരിയും സംരക്ഷകനുമായി കഴുത വിശുദ്ധ ബൈബിളിൽ ഉടനീളം പരാമർശിക്കപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മനുഷ്യ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു മൃഗമാണ് കഴുത. കഴുതയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.